മന്ത്രി വീണ ജോർജിന്റെ ആറന്മുള മണ്ഡലത്തിൽ ഉൾപ്പെട്ട പത്തനംതിട്ട അബാൻ മേൽപ്പാല പദ്ധതിയുടെ ഭാഗമായുള്ള സർവീസ് റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത് യാത്രക്കാർക്ക് വലിയ ദുരിതമാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. സർവീസ് റോഡിനായി സ്ഥലം വിട്ടു നൽകിയതിനാൽ നഗരസഭയ്ക്കും അറ്റകുറ്റപ്പണി നടത്താൻ കഴിയില്ല. പ്രവീൺ പുരുഷോത്തമൻ അവിടെയുണ്ട്. ഗുഡ് ഈവനിംഗ് പ്രവീൺ പുരുഷോത്തമൻ. മന്ത്രി ഈ റോഡൊന്നും കാണുന്നില്ലേ? ഇതെന്താണ് നന്നാക്കാത്തത്? ഗുഡ് ഈവനിംഗ് സുജയ. മന്ത്രി വീണ ജോർജിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് എൻ്റെ തൊട്ട് പുറകിൽ കാണുന്നത്. ഇതാണ് അബാൻ മേൽപ്പാലം. ഇതിന്റെ നിർമ്മാണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് ഈ മേൽപ്പാലത്തിന് സമീപമുള്ള സർവീസ് റോഡ്, ഈ കാണുന്നതാണ് സർവീസ് റോഡ്. അത് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. ഇതിന്റെ സമീപത്ത് പത്തനംതിട്ട നഗരസഭ ബസ് സ്റ്റാൻഡാണ്. നമുക്ക് വ്യാപാര സ്ഥാപനങ്ങൾ, ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ഉൾപ്പെടെ നമുക്ക് കാണാൻ കഴിയും. പത്തനംതിട്ട KSRTC സ്റ്റാൻഡിന്റെ സമീപത്തും ഒപ്പം തന്നെ പത്തനംതിട്ട നഗരസഭ ബസ് സ്റ്റാൻഡിന്റെ മുൻവശത്തു കൂടിയും കടന്നു പോകുന്ന ഒരു പാത ആണിത്. അതാണ് സർവീസ് റോഡായി ഇപ്പോൾ ഈ അബാൻ മേൽപ്പാലത്തിന്റെ ഇനിയിപ്പോൾ ഭാവിയിൽ ഉപയോഗിക്കാൻ പോകുന്നത്. പക്ഷേ ഇതിങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത് യാത്രക്കാർക്ക് വലിയ ദുരിതമാണ്. ഇരുചക്ര വാഹന യാത്രികർക്ക് പോലും വലിയ അപകട ഭീഷണിയാണ് ഈ റോഡ് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത്. ഈ സ്ഥലം യഥാർത്ഥത്തിൽ പത്തനംതിട്ട നഗരസഭ ഈ അബാൻ മേൽപ്പാല പദ്ധതിക്കായി വിട്ടു നൽകിയതാണ്. അതിന്റെ സർവീസ് റോഡ് നിർമ്മാണത്തിനായി വിട്ടു നൽകിയതാണ്. നഗരസഭ അധികൃതരെ ഈ വിഷയം സംബന്ധിച്ച് നാട്ടുകാർ സമീപിച്ചപ്പോൾ നഗരസഭാ അധികൃതർ നൽകുന്ന ഒരു മറുപടി, ഇപ്പോൾ ഈ സർവീസ് റോഡ് ഇരിക്കുന്ന ഭാഗം തങ്ങളുടെ ഉടമസ്ഥതയിലുള്ളതല്ല, അത് ആ പദ്ധതിക്കായി വിട്ടു നൽകി. അതുകൊണ്ട് നഗരസഭയുടെ പണം ഉപയോഗിച്ചുകൊണ്ട്, അവരുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ സർവീസ് റോഡ് അറ്റകുറ്റപ്പണി നടത്താൻ കഴിയില്ല എന്നാണ് നഗരസഭാ അധികൃതർ പറയുന്നത്. അതേസമയം തന്നെ ഈ നഗരസഭ ഈ കൗൺസിലിന്റെ കൗൺസിലർ ഇത് സംബന്ധിച്ചൊരു കേസും പരാതി കൊടുക്കാൻ പോവുകയാണെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നാട്ടുകാരും നമ്മോടൊപ്പമുണ്ട്, വ്യാപാരികളുമുണ്ട്. ഈ സർവീസ് റോഡ് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന എത്രമാത്രം ബുദ്ധിമുട്ടാണ്? ഇത് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചാനലുകളിലൊക്കെ വന്ന പരാതികളൊക്കെ ആണെങ്കിലും ശരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആരുടെ സ്വപ്ന പദ്ധതി ആയിക്കോട്ടെ നമുക്കത് വിഷയമല്ല. സ്വപ്നം കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വപ്നത്തിന് വേറൊരു അർത്ഥമുണ്ട്. ഉണരുമ്പോൾ യാഥാർത്ഥ്യത്തിൽ നമുക്ക് കിടക്കണം. അപ്പോൾ ഒരു പ്രോജക്റ്റിനെ സ്വപ്നമായി കണ്ടു എന്നുള്ളതാണ് യഥാർത്ഥ സ്വപ്നമാണിത്. യാഥാർത്ഥ്യത്തിൽ കിടക്കുകയാണെങ്കിൽ നമ്മൾ ഉണരുമ്പോഴും അത് സത്യമായി നമ്മുടെ മുമ്പിൽ ഉണ്ടാകണം. അപ്പോൾ ഇത് സ്വപ്നം തന്നെയാണ്. അത് നടക്കുമോ നടക്കാതിരിക്കുമോ നമുക്കത് വിഷയമല്ല. ഈ സ്ഥാപനങ്ങളിലൊക്കെ 3-4 തൊഴിലാളികളുണ്ട്. ഈ തൊഴിലാളികൾ 1-2 പേര് ദിവസവും അവധിയാണ്. വേറൊന്നും കൊണ്ടല്ല, അവരെ കാണണമെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയാൽ കാണാം. കാരണം അത്രമാത്രം പൊടിയാണ് ഇവിടുന്ന് അവർ ദിവസവും ശ്വസിക്കുന്നത്. അതുമൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾ ഭയങ്കരമാണ്. അതുപോലെ തന്നെ ഈ വില കൊടുത്ത് വാങ്ങിയിട്ടിരിക്കുന്ന ഈ കടയിലെ സാധനങ്ങളൊക്കെ ദിവസവും പൊടിയടിക്കണം. ഒരു ദിവസം പൊടിയടിച്ചില്ലെങ്കിൽ അതാരും വാങ്ങില്ല. തന്നെയുമല്ല, ഇത് കസ്റ്റമർ വന്ന് നോക്കുമ്പോൾ ഇത് ഏതാണ്ട് കാലപ്പഴക്കം, ഇന്നലത്തെ സാധനം കൊണ്ടിട്ടാലും പറഞ്ഞ് കാലപ്പഴക്കമാണ്. കാരണം നിങ്ങൾ തന്നെ ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം, ഒരു വാഹനം പോകുമ്പം പുക പോലെയാണ് പൊടി പറക്കുന്നത്. ഇത് സത്യത്തിൽ ജനങ്ങളുടെ ആരോഗ്യത്തിന്, ഇത് നമ്മൾ മുനിസിപ്പാലിറ്റി പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കുറ്റം കാര്യമില്ല, അവരുടെ പ്പെട്ടതല്ല. അതുകൊണ്ട് അവിടം വരെയും മുനിസിപ്പാലിറ്റിയുടെ വസ്തു അളന്നെടുത്ത് അത് കൊടുത്തിരിക്കുകയാണ്. അതിന്റെ ഉത്തരവ് നമ്മൾ ഈ വാർഡ് കൗൺസിലറുമായി സംസാരിച്ചിരുന്നു. വാർഡ് കൗൺസിലർ പറയുന്നത് ഈ പദ്ധതിക്കായി നഗരസഭ സ്ഥലം വിട്ടു നൽകി. അത് അബാൻ മേൽപ്പാലത്തിന്റെ സർവീസ് റോഡ് എന്നുള്ള രീതിയിൽ അത് കണക്കാക്കുന്നു. പക്ഷേ ഇത് ടാർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് വാർഡ് കൗൺസിലർ പറയുന്നു. കഴിഞ്ഞ നഗരസഭാ കൗൺസിൽ യോഗത്തിലും ഈ വിഷയം ചർച്ചയായിരുന്നു. ഏതാനും 3 ആഴ്ചകൾക്ക് മുമ്പ് ഈ അബാൻ മേൽപ്പാലത്തിന്റെ നിർമ്മാണം സംബന്ധിച്ച് ഒരു അവലോകന യോഗം നടന്നിരുന്നു. അന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചത് 6 മാസത്തിനുള്ളിൽ ഈ അബാൻ മേൽപ്പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുമെന്നുള്ളതാണ്. അതിന്റെ നിർമ്മാണം പലയിടങ്ങളിലും ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പക്ഷേ ആളുകളെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രതിസന്ധി സർവീസ് റോഡിലെ നോക്കൂ. ഇപ്പോൾ പ്രവീൺ നിൽക്കുന്നതിന് പിന്നിൽ ഒരാൾ തുഴഞ്ഞു വരുന്നുണ്ട്. ഒരു സ്കൂട്ടർ ഓടിച്ച് പോവുകയാണ്. ഒരു ബസ് അങ്ങോട്ട് പോകുമ്പോഴേക്കും തിരിച്ച് സ്കൂട്ടറിൽ തുഴഞ്ഞു വരണം. അപ്പോൾ ആ പെൺകുട്ടിക്ക് അത് സുരക്ഷിതമായി ഓടിച്ചു കൊണ്ടുപോകാൻ കണ്ടോ, തുഴഞ്ഞു പോകണം. ഇല്ല എന്നുണ്ടെങ്കിൽ സ്കൂട്ടർ സ്കിഡായി അവിടെ വീണു പോകും. സർവീസ് പാടാണ്. ഈ വഴിയിൽ ആ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. വീണാൽ ആശുപത്രിയിലേക്ക് നേരെ പോകേണ്ടി വരും. ഇതാണ് ആ റോഡിന്റെ അവസ്ഥ. അബാൻ മേൽപ്പാലം വരുന്നത് നല്ലതാണ്. പക്ഷേ ആ പാലം വരുന്നതിനൊപ്പം തന്നെ ഈ സർവീസ് റോഡ് കൂടി ഒന്ന് ടാർ ചെയ്ത് നന്നാക്കിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നതേ നമുക്ക് പറയാൻ കഴിയൂ. താങ്ക് യു പ്രവീൺ പുരുഷോത്തമൻ.